രാജിക്കപ്പുറം ഇന്നലെ ബിനോയ് വിശ്വത്തിൻ്റെ അടുത്ത് സംസാരിച്ചപ്പോഴും ബിനോയ് വിശ്വം ഇറങ്ങി വന്ന് വളരെ പക്വതയോടുകൂടിയാണ്, പാകതയോടുകൂടിയാണ്, ഒരു ഭാവ വ്യത്യാസമില്ലാതെ, മുഖഭാവ വ്യത്യാസമില്ലാതെ വളരെ പാകതയും പക്വതയോടുകൂടി ബിനോയ് വിശ്വം ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയുടെ എല്ലാ പക്വതയോടും കൂടി ഇന്നലെ സെക്രട്ടറിയുടെ എല്ലാ പക്വതയോടും കൂടിയാണ് പത്രലേഖകരെ മാധ്യമങ്ങളെ സമീപിച്ചത്. ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. വളരെ സിമ്പിൾ, ഒറ്റ വാക്കിൽ എല്ലാം അടങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ടില്ല. അതിന് കൃത്യമായൊരു ഉറപ്പ് CM തന്നിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ തീരുമാനിക്കും, 4-ാം തീയതി തീരുമാനിക്കും. മന്ത്രിസഭയിലെ നാളത്തെ യോഗത്തിന് പോകില്ല എന്ന് ബിനോയ് വിശ്വം പറഞ്ഞിട്ടില്ല. അത് പക്ഷേ ചാനലുകളൊക്കെ അല്ലാതെ മാന്തി പറിച്ചൊക്കെ എടുത്ത ഒരു വാർത്തയാണ്. പക്ഷേ അത് സത്യമാകാനാണ് സാധ്യതയുള്ളത്. നാളത്തെ ക്യാബിനറ്റ് യോഗത്തിൽ പോകാൻ സാധ്യതയില്ല. CPI 4 പേരും വിട്ടു നിൽക്കാൻ സാധ്യതയുണ്ട്. ഇനി ക്യാബിനറ്റ് യോഗം മാറ്റി വയ്ക്കുമോ എന്നുള്ളത് വേറെ കഥ. എന്തായാലും നാളത്തെ പോകാൻ സാധ്യതയില്ല. 4-ാം തീയതി CPIയുടെ സ്റ്റേറ്റ് കൗൺസിൽ കൂടുന്നു എന്നറിയുന്നു. അതിൻ്റെ ഒരു ജനാധിപത്യമുണ്ട്. ഒന്ന്. രണ്ടാമത് CPI ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചൊരു വിഷയം PM ശ്രീയിൽ ഒപ്പിട്ടതല്ല. ഇത് ഒരുപക്ഷെ ഒരു പ്രാവശ്യം കൂടി ഒരു പ്രാവശ്യം കൂടി ക്യാബിനറ്റിൽ ഡിസ്കസ് ചെയ്തതിന് ശേഷം ഒരു സബ് കമ്മിറ്റി എടുത്ത്, ഇടതുപക്ഷ മുന്നണിയുടെ ഒരു സബ് കമ്മിറ്റി എടുത്ത്, ആ സബ് കമ്മിറ്റിയുടെ ചില ശുപാർശകളൊക്കെ വെച്ചുകൊണ്ട് കേന്ദ്രവുമായി 2 ചർച്ചയൊക്കെ നടത്തി ഒപ്പിട്ടിരുന്നെങ്കിൽ തീർച്ചയായിട്ടും CPI വീഴുമായിരുന്നു, അതിൽ സമ്മതിക്കുമായിരുന്നു. CPI എത്രയോ കാര്യങ്ങളിൽ ഇതുപോലത്തെ കാര്യങ്ങളിൽ സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ CPI സമ്മതിക്കുമായിരുന്നു. പക്ഷേ ഈ പ്രൊസീജിയറൽ വലിയ ഒരു അപമാനമാണ് CPIക്ക് ഉണ്ടായത്. ആ അപമാനത്തിൽ നിന്ന് കരകയറാൻ CPIയുടെ മുന്നിൽ ഇത് മാത്രമേ മാർഗമുള്ളൂ.